Teacher, good morning. Good morning. Good morning, Miss. Good morning. Divya, prayer ready ano Divya? Divya. Liji. Okay, Divya. Prayer ready ano Divya? Ready. Okay. Start ചെയ്തോളൂ. Okay. കേൾക്കാവോ മാം? കേൾക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തോളൂ. Dear God, please show me how to spend this day, sharing you love in every way. Help me to be kind to everyone, to have to play and laugh and have a lot of fun, shining your light and giving your grace, sharing your joy with a smile on my face. Thank you. ഓക്കെ ദിവ്യ. ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. Okay, ma'am. ഓക്കെ, അപ്പൊ നമ്മള് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ആ ചാപ്റ്റർ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒരു ഗ്രോയിങ് ചിൽഡ്രൻ എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ അവന് എനർജി ലഭിക്കണമെങ്കിൽ ഓരോ ദിവസത്തെയും ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവന്റെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഫുഡ് എത്തിയാലാണ് അത് എന്തായി മാറുന്നത്? എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അവൻ കഴിക്കുന്ന മ്യൂട്ട് ചെയ്തോളൂ. അവൻ കഴിക്കുന്ന ഫുഡിൽ ഇത്തരത്തിലുള്ള എനർജി അല്ലെങ്കിൽ എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത് ഒരു ടീച്ചറിന്റെയും പാരന്റ്സിന്റെയും റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? പിന്നെന്തായിരുന്നു? എക്സസീവ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അമിതമായിട്ടുള്ള ആഹാരം കഴിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നത്. പിന്നെന്തായിരുന്നു? ഫുഡിനെ കലോറീസിലാണ് മെഷർ ചെയ്യുന്നത് അല്ലേ? നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവിനെയാണ് കലോറി എന്ന് പറയുന്നത്. എല്ലാവരും ഒരേ കലോറിയിലുള്ള ഫുഡാണോ കഴിക്കേണ്ടത്? ആ വ്യക്തിയുടെ ഏജ് അനുസരിച്ച്, അല്ലെങ്കിൽ പ്രായം അല്ലെ, അല്ലെങ്കിൽ പിന്നെന്താണ് ജെൻഡർ, പിന്നെന്താണ് അവൻ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതനുസരിച്ച്, പിന്നെന്താണ് ക്ലൈമറ്റ്, ഇതിന്റെയൊക്കെ ബേസിൽ ഒരാൾ കഴിക്കേണ്ട ഫുഡിന് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ? ദെൻ ഫുഡിനെ 3 കാറ്റഗറി ആയിട്ടല്ലേ, മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ആ 3 തിരിച്ചിരിക്കുന്നത്? 3 കാറ്റഗറീസ് ഏതൊക്കെയായിരുന്നു? Energy supplies, body builders, protective food. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ ദൃശ്യ. എനർജി സപ്ലയേഴ്സ് ഫുഡ് ഉണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി നൽകുന്ന, എനർജി പ്രൊവൈഡ് ചെയ്യുന്ന. ദൃശ്യ പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ചെയ്യൂ. ദൃശ്യ കേൾക്കുന്നില്ലേ? ദൃശ്യ ഇപ്പൊ എന്താണ് 3? ഓക്കെ, മ്യൂട്ട് ചെയ്യൂ പ്ലീസ്, മ്യൂട്ട് ചെയ്യൂ. ഹലോ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ,
അപ്പൊ നമ്മൾ ഫുഡിനെ 3 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? എനർജി സപ്ലയേഴ്സ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഡെയിലി ആക്ടിവിറ്റീസ് എന്താണ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അത്തരത്തിലുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെന്താണ്? ബോഡി ബിൽഡേഴ്സ് അല്ലെ, ശരീരത്തിന്റെ ഹെൽത്തിനും അല്ലെങ്കിൽ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. ദെൻ പിന്നെന്തായിരുന്നു? പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് അല്ലെ, ശരീരത്തെ മറ്റ് അസുഖങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള, പ്രിവെന്റ് ചെയ്യാൻ കഴിവുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയായിരുന്നു ഇപ്പൊ എനർജി സപ്ലയേഴ്സിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞ ഏത് പറയും ദിവ്യ? എനർജി സപ്ലൈസ് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? ഹലോ മാം, ഞാനാണോ? ദിവ്യ, എനർജി ഐറ്റംസ് ഏതൊക്കെയായിരുന്നു ഫുഡ് ഐറ്റംസ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്കെ, വീറ്റ്, മെയിൻ, വെജിറ്റബിൾസ്, പൾസസ്, ഏത് വേണമെങ്കിലും പറയാം. അതേപോലെ തന്നെ ബോഡി ബിൽഡേഴ്സിന് എക്സാമ്പിൾസ് ഏതായിരുന്നു? മീറ്റ് വരുന്നുണ്ട് അല്ലെ. ദെൻ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഏതൊക്കെയായിരുന്നു? പ്രൊട്ടക്റ്റീവ് ഫുഡ് ഐറ്റംസ് ഫിഷ്, മിൽക്ക്, എഗ്സ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഫിഷ് വരുന്നുണ്ട്, എഗ്സ്. ഓക്കെ, ദെൻ നമ്മുടെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡിലും പലതരത്തിലുള്ള ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ഇത്? പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഉണ്ട് അല്ലെ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉണ്ട്, ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയായിരുന്നു? മിനറൽസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ ഫസ്റ്റ് പ്രോട്ടീൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? 2 തരത്തിലുള്ള പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലെ, വെജിറ്റബിൾ ബേസ്ഡ് പ്രോട്ടീനും ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ ഏതായിരുന്നു? അനിമൽ ബേസ്ഡ് അല്ലെ, അനിമൽസിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? മീറ്റ്, സീ ഫുഡ്, എന്താണ് പിന്നെ ഫിഷ്. ഓക്കെ, പിന്നെ വെജിറ്റബിൾസ് ഏതായിരുന്നു? വെജിറ്റബിൾ ബേസ്ഡ് പ്രോട്ടീൻസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? നട്ട്സ്, നട്ട്സ് വരുന്നുണ്ട്, സീഡ്സ്. ഓക്കെ, പ്രോട്ടീനിന്റെ നമ്മുടെ ശരീരത്തിന് എന്തിനു വേണ്ടിയാണ് പ്രോട്ടീൻ? പ്രോട്ടീന്റെ പ്രാധാന്യം എന്താണ്? സ്മിത. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. ശരീരത്തിന്റെ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നു, ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്, മ്യൂട്ട് ചെയ്തോളൂ. നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എന്താണ്? പ്രോട്ടീൻ ആവശ്യമാണ്. അതേപോലെ തന്നെ എൻസൈംസ് അല്ലെങ്കിൽ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ എന്താണ്? പ്രോട്ടീൻ ആവശ്യമാണ്. പിന്നെന്തായിരുന്നു? ശരീരത്തില് പ്രൊഡക്ഷൻ ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്? നമുക്ക് എന്താണ്? പ്രോട്ടീൻ ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫാറ്റ്. എന്താ ഫാറ്റ്? എന്താ ഫാറ്റ്? കൊഴുപ്പ്. കൊഴുപ്പ്. റിജു, പേജ് നമ്പർ 3. അപ്പൊ എന്താണ് കൊഴുപ്പ്? ശരീരത്തിന്റെ നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ ആരാണ് മ്യൂട്ട് ചെയ്തേക്കുന്നത്? പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്താണ്? ഓരോ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണമെന്ന് പറഞ്ഞു അല്ലേ. എനർജി സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത്തരത്തില് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ധാരാളം ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഹോർമോൺ പ്രൊഡക്ഷന് അല്ലെങ്കിൽ സെല്ലിന്റെ സ്ട്രക്ചറിന്, കോശഘടനയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽസ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ആറ്റങ്ങൾ കൊണ്ടാണ് ഫാറ്റ് ആൻഡ് ഓയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക്, ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എന്താണ്? ഫാറ്റ് ആവശ്യമാണ്. അതേപോലെ തന്നെ എന്താണ്? ഹോർമോൺ പ്രൊഡക്ഷനും സെൽസിന്റെ സ്ട്രക്ചറിനും കോശത്തിന്റെ ഘടനയ്ക്കും എന്താണ്? നമ്മുടെ ഫാറ്റ് ആവശ്യമാണ്. അപ്പൊ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ധാരാളം ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെ ആയിരിക്കാം? മാം ഇപ്പൊ പറഞ്ഞത് പറയൂ. മിൽക്ക്, പറയാം. മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ശരീരത്തിൽ എനർജി സ്റ്റോർ ചെയ്യുന്നതിനും
മ്യൂട്ട് ചെയ്തോളൂ. ശരീരത്തില് എനർജി സ്റ്റോർ ചെയ്യുന്നതിനും ഹോർമോൺ പ്രൊഡക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിനും കോശങ്ങളുടെ ഘടനയ്ക്കും അല്ലെങ്കിൽ സെൽ സ്ട്രക്ചറിനും എന്താണ് ഫാറ്റ് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തില് ഫാറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ധാരാളം ഫുഡ് ഐറ്റംസ് എന്താണ് കഴിക്കേണ്ടത് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ധാരാളം ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെയായിരിക്കാം? ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ബട്ടർ വരുന്നുണ്ട്. പിന്നെ ഏതായിരിക്കാം? എഗ്, എഗ്. ഓക്കെ, സീ ഫുഡ്, മിൽക്ക്, മിൽക്ക്, ഫിഷ്, ഓക്കെ. അപ്പൊ ഫാറ്റ് എന്താണെന്ന് ക്ലിയർ ആണോ? ശരീരത്തിന്റെ വളർച്ചയ്ക്കും ഗ്രോത്തിനും ഡെവലപ്മെന്റിനും പിന്നെന്താണ് ഹോർമോൺ പ്രൊഡക്ഷന്, സെൽസിന്റെ സ്ട്രക്ചറിന്, ഇതിനെല്ലാം ഫാറ്റ് ആവശ്യമാണ്. അതേപോലെ 2 തരത്തിലുള്ള ഫാറ്റ് ഉണ്ടെന്നാ പറയുന്നത്. 2 തരത്തിലുള്ള കൊഴുപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. ഓക്കെ, സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. എന്താ സാച്ചുറേറ്റഡ് ഫാറ്റ്? ഈ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ പ്രത്യേകത നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇത്തരം ഫാറ്റുകൾ എന്താണ് സോളിഡ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. റൂം ടെമ്പറേച്ചറിൽ സാധാരണ സാച്ചുറേറ്റഡ് ഫാറ്റുകൾ സോളിഡ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഏതൊക്കെ ആയിരിക്കും അപ്പൊ സോളിഡ് ഫോമിൽ കാണപ്പെടുന്ന ഫാറ്റ്? ചീസ് വരുന്നത്. ഓക്കെ, ചീസ്, ഗീ, ഓക്കെ, ബട്ടർ, ഇതൊക്കെ എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അതേപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്തായിരിക്കാം? റൂം ടെമ്പറേച്ചറിൽ ഇത്തരം ഫാറ്റുകൾ ലിക്വിഡ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഓയിൽസ് വരുന്നുണ്ട്, എണ്ണകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന ധാരാളം ഫാറ്റുകൾ ഉണ്ട്. സൺഫ്ലവർ ഓയിൽ വരുന്നില്ലേ? ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഫാറ്റ് എന്താണെന്ന് പഠിച്ചു. 2 ടൈപ്സ് ഓഫ് ഫാറ്റ് ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? സാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നുണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നുണ്ട്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബ്ലഡിലെ എന്താണ് കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുന്നത് ഏതാണ്? സാച്ചുറേറ്റഡ് ഫാറ്റ് ഐറ്റംസ് ആണ്. ഓക്കെ, സാച്ചുറേറ്റഡ് ഫുഡ് ഐറ്റംസ് ആണ് എന്ത് നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അപ്പൊ അൺസാച്ചുറേറ്റഡ് ഫാറ്റോ? അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഓയിൽസ് ഇല്ലേ? ഇപ്പൊ സൺഫ്ലവർ ഓയിൽസ്. അപ്പൊ പ്ലാന്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന ഫാറ്റിനെയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഫാറ്റ് എന്താണെന്ന് പഠിച്ചു. 2 ടൈപ്സ് ഓഫ് ഫാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അത് റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. പിന്നെന്തായിരുന്നു? ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടാനായിട്ട് ഇത്തരം ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ് കാരണമാകുന്നുണ്ട്. ദെൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റിന്റെ പ്രത്യേകത എന്താണ്? പ്ലാന്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ഫാറ്റ് ആണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിലായിരിക്കും ഇത്തരം ഫാറ്റുകൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഫാറ്റിന്റെ മെയിൻ സോഴ്സസ് ഏതൊക്കെയാണ്? ബട്ടർ പറയാം, ഗീ, ഓക്കെ, ചീസ്, മിൽക്ക്, സൺഫ്ലവർ ഓയിൽ. ഓക്കെ, ഓയിൽസിലെ പ്ലാന്റ്സിൽ നിന്നും സീഡ്സിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഓയിൽസുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫാറ്റ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ്. റിജു പേജ് നമ്പർ 3. PDF ഇല്ല എല്ലാവരുടെയും കയ്യില്? യെസ് മാം. ഉണ്ട് മാം. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റ്സും എന്താണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. ഫാറ്റിനെ പോലെ പ്രോട്ടീൻസിനെ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ ശരീരത്തിന് എന്താണ് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ എന്ത് ആവശ്യമാണ്? വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ആവശ്യമാണ്? എനർജി ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സ് ആണ് ഏത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്. കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ ഈ ആറ്റങ്ങളാലാണ് കാർബോഹൈഡ്രേറ്റ്സ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരിക്കാം? നമ്മുടെ ശരീരത്തിന് എനർജിക്ക് വേണ്ടി എന്താണ് എനർജി എന്തോ ഒന്നും കൂടി പറയോ? പറയാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. ക്ലിയർ ആണോ? ശരീരത്തിൽ എന്താ എല്ലാ പ്രവൃത്തികൾക്കും നമുക്ക് എനർജി വേണം അല്ലെ? ഒരു ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ഒരു ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ, ഒരു കാര്യത്തിൽ ഏർപ്പെടണമെങ്കിൽ അതിനാവശ്യമായ എനർജി ശരീരത്തിന് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈമറി സോഴ്സസ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. പറയോ? എന്തോ സ്പെല്ലിംഗ് ഒന്ന് പറയോ ടീച്ചർ? കാർബോഹൈഡ്രേറ്റിന്റെ ആണോ? അതെ. PDF ഇല്ലേടാ? PDF ഇല്ലേ മോന്റെ കയ്യില്? ഉണ്ട്. അതിലുണ്ട്, കണ്ടോ? അതിൽ കണ്ടോ? 3rd പേജിൽ, പേജ് നമ്പർ 3. കാർബോഹൈഡ്രേറ്റ് CARBOHYDRATES കണ്ടോ? പക്ഷെ PDF ഓപ്പൺ ആവുന്നില്ല. കയ്യിൽ പ്രിന്റ് ഇല്ല? അത് ഓപ്പൺ ആവണില്ല. ഡൗൺലോഡ് ചെയ്ത് മാറിയില്ല. ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. മാറിയില്ലായിരുന്നു അത്? ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അതെ മിസ്സേ, മാറിയിട്ടില്ല. ഓക്കെ. അതെല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു ഇങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു, എന്തോ പ്രോബ്ലം ആയിരുന്നു. ഓക്കെ. മിസ്സായ PDF ഉണ്ടോ? മിസ്സായ PDF ഇത് ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലാന്ന് പറഞ്ഞില്ലേ അയച്ചിരുന്നത്? അസൈൻമെന്റ്സ് ഒന്നും ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. ഇപ്പോഴും ശരിയായിട്ടില്ല അല്ലെ? ഓക്കെ. ഞാൻ പറയാട്ടോ അത്. ഞാൻ ഇന്ന് സെൻഡ് ചെയ്താ മതിയാ? എന്തോ? ഞാൻ ഇന്ന് അസൈൻമെന്റ് എഴുതിയാ മതിയാ? അസൈൻമെന്റ് നമുക്ക് വെള്ളിയാഴ്ച അല്ലേ, ഫ്രൈഡേ അല്ലേ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്? അതിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്താണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സസ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ആറ്റങ്ങളാലാണ് കാർബോഹൈഡ്രേറ്റ്സ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയായിരിക്കാം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്? ഏതൊക്കെയായിരിക്കാം? കിഴങ്ങ് വർഗ്ഗങ്ങൾ വരും. കിഴങ്ങ്, പിന്നെ ഫ്രൂട്ട്സില് തണ്ണിമത്തനൊക്കെ കാർബോ കൂടുതൽ അടങ്ങിയതാണ്. പിന്നെ ചിക്കൻ കാർബോ കണ്ടന്റ് അടങ്ങിയതാണ്. ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്. ഡീപ് ഫ്രൈ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെയാണ്? ഫ്രൂട്ട്സ് വരുന്നുണ്ട്. ഷുഗർ, ഓക്കെ, കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഒന്നാണ് ഫുഡ് ഷുഗർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എക്സാമ്പിൾസ് ക്ലിയർ ആണോ? നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് എന്തിനൊക്കെയാണ് ആവശ്യം? കാർബോഹൈഡ്രേറ്റിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? അപ്പോ ഒന്ന് പറഞ്ഞതാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയായിരിക്കാം? മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കും. പിന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല് കൺട്രോൾ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൺട്രോൾ ചെയ്യാനായിട്ട്, മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ദെൻ പിന്നെന്താണ്? നമ്മുടെ ആവശ്യപ്പെടക്കാനായിട്ട്, സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എന്താ ആവശ്യമാണ്? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് ഐറ്റംസ് ആവശ്യമാണ്. ഓക്കെ. അപ്പൊ എന്തായിരുന്നു ഫാറ്റ്? 2 ടൈപ്പ് ഓഫ് ഫാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും എന്തായിരുന്നു ഫാറ്റ്? ഏതൊക്കെയാണ്? സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്.
ഓക്കെ. നമ്മുടെ ശരീരത്തിൽ എന്താണ് എനർജി സ്റ്റോർ ചെയ്യുന്നതിനും ഹോർമോൺ പ്രൊഡക്ഷനും സെല്ലിന്റെ സ്ട്രക്ചറിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. there are two types of fat, which are they? Saturated and unsaturated fat. ഓക്കെ. സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു പ്രത്യേകതകള്? ശരീരത്തിലെ ബ്ലഡിൽ എന്താണ് ഗ്ലൂക്കോസിന്റെ അളവ് കൊളസ്ട്രോളിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫാറ്റ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? റൂം ടെമ്പറേച്ചറിൽ ഇത്തരം സാച്ചുറേറ്റഡ് ഫാറ്റുകൾ സോളിഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? പ്ലാന്റ്സിൽ പ്ലാന്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ഫാറ്റ്സ് ആണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. റൂം ടെമ്പറേച്ചറിൽ ഇത്തരം ലിക്വിഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്? ശരീരത്തിന് ആവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ വിശപ്പടക്കാനായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡ് ഐറ്റംസ് എന്താണ് കഴിക്കേണ്ടത്? ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നതിനെല്ലാം എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിക്കണം. ഓക്കെ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ. അപ്പൊ എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? റൈസ് പറഞ്ഞു. പിന്നെ ഏതായിരുന്നു? ഓക്കെ. ദെൻ മിനറൽസ് ആൻഡ് സോൾട്ട്. തേർഡ് വൺ ആണ് മിനറൽസ് ആൻഡ് സോൾട്ട്. എന്താണ്? ധാതു ലവണങ്ങൾ. നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എന്താണ് ഒരു ന്യൂട്രിയൻസ് ആണ് മിനറൽസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലെ, നോർമൽ ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും പ്രോപ്പർ ആയിട്ട് എന്താണ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരം മിനറൽസ് ആൻഡ് സോൾട്ട് എത്തിയിരിക്കണം. അപ്പൊ ഏത് രീതിയിലൂടെയാണ് മിനറൽസ് ആൻഡ് സോൾട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്? ഏതൊക്കെ ഫുഡ് ഐറ്റംസിലൂടെ ആയിരിക്കാം ശരീരത്തിൽ എത്തുന്നത്? എഗ്, ഓക്കെ. എഗ്, ഈ ഡയറി പ്രോഡക്ട്സ് എല്ലാം എന്താണ്? ഇത്തരം മിനറൽസ് ആൻഡ് സോൾട്ട് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഓക്കെ. ദെൻ പിന്നെ ഏതായിരുന്നു ആൽഫിയ? പൈനാപ്പിൾ വരുന്നുണ്ട്. ഗ്രൗണ്ട് നട്ട്സ് വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? മിനറൽസ് ആൻഡ് സോൾട്ട് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഓക്കെ. പറയാം. അപ്പൊ മിനറൽസ് ആൻഡ് സോൾട്ട് എന്താണ്? നമ്മുടെ ശരീരത്തിലെ എന്താണ് പ്രോപ്പർ ആയിട്ട് എല്ലാ അവയവങ്ങളും പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ മിനറൽസ് ആൻഡ് സോൾട്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്തായിരുന്നു? ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസിന്റെ ഒരു കൂട്ടത്തെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടിഷ്യൂസിന്റെ ഗ്രോത്തിനും റിപ്പയറിങ്ങിനും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും വളർച്ചയ്ക്കും ടിഷ്യൂസിന്റെ ഗ്രോത്തിനും റിപ്പയറിങ്ങിനും മിനറൽസ് ആൻഡ് സോൾട്ട് ആവശ്യമാണ്. പിന്നെന്തായിരുന്നു? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസ് ഏതൊക്കെയായിരിക്കാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസ്? നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയേൺ, കോപ്പർ, അയഡിൻ തുടങ്ങിയത് എന്താണ്? മിനറൽസ് ആണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് ആണ്. കാൽസ്യം എന്തിനു വേണ്ടിയാണ്? കാൽസ്യം അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അയേൺ പറയുന്നുണ്ട്. അയേൺ എന്തിനു വേണ്ടിയായിരിക്കാം? ബ്ലഡ്, ഹീമോഗ്ലോബിൻ. ഓക്കെ. എന്താണ്? വിളർച്ച തടയുന്നതിന് അല്ലേ? ബ്ലഡിൽ എന്താണ്? അപ്പൊ അയേൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരിക്കാം? അയേൺ അടങ്ങിയ ഫുഡുകൾ കഴിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അയേൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരിക്കാം? ഇലക്കറികള്, ഫ്രൂട്ട്സ്, ദെൻ ജാഗറി, ശർക്കര, ദെൻ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ലിവർ. ഓക്കെ. അപ്പൊ മിനറൽസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ കഴിക്കണം? മിനറൽസ് അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? എന്തിനു വേണ്ടിയായിരിക്കാം? ശരീരത്തിന്റെ പ്രോപ്പർ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ
വേണ്ടി. പിന്നെന്താണ് ടിഷ്യൂസിന്റെ ഗ്രോത്തിനും റിപ്പയറിംഗിനും മിനറൽസ് ആൻഡ് സോൾട്ട് അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിക്കണം. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരിക്കാം ആ ഫുഡ് ഐറ്റംസ്? ഏതൊക്കെയാണ്? ഡയറി പ്രോഡക്ട്സ് എന്താണ്? മിനറൽസ് ആൻഡ് സോൾട്ട് അടങ്ങിയ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. മിൽക്ക് ഐറ്റംസ് വരുന്നുണ്ട്, മിൽക്ക് പ്രോഡക്ട്സ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ്? ഫിഷ് വരുന്നുണ്ട്, എഗ് വരുന്നുണ്ട്, ലിവർ, പൈനാപ്പിൾ, ദെൻ ഗ്രൗണ്ട് നട്ട്സ്. എക്സാമ്പിൾസ് ഓക്കെയാണോ? ദ ലാസ്റ്റ് വൺ വൈറ്റമിൻസ്. ഓക്കെ, എന്താണ് വൈറ്റമിൻസ്? നിത, എന്തായിരിക്കാം വൈറ്റമിൻ? വൈറ്റമിന്റെ പ്രാധാന്യം എന്തായിരിക്കാം? വിറ്റാമിൻ പലതരത്തിലുള്ള വിറ്റാമിൻ ഉണ്ട്. അത് വെജിറ്റബിൾസ്, പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്നതുണ്ട്, മീറ്റ്, ഫിഷ് ഐറ്റംസ് ആയിട്ട് കിട്ടുന്ന വിറ്റാമിൻസ് ഉണ്ട്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് വൈറ്റമിൻ എ എന്നൊരു ഡെഫിഷ്യൻസിനെ തടയാൻ സാധിക്കും. പച്ചക്കറിയിലൂടെ സാധിക്കുന്ന വൈറ്റമിൻ എ എന്ന ഭയങ്കര ഡിസ്റ്റർബ്, ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടുന്ന്. ഓക്കെ, നെറ്റ് ഇഷ്യൂ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ്സ്. ദെൻ അപ്പൊ എന്താണ് വൈറ്റമിൻസ്? നമ്മുടെ ഹെൽത്തിനും വെൽബീയിങ്ങിനും ഓക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രൂട്ട്സിൽ വളരെ കുറഞ്ഞ അളവിൽ പലതരത്തിലുള്ള വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. 2 types ഓഫ് വൈറ്റമിൻസിന്റെ ഏതൊക്കെയായിരിക്കാം? വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ഉണ്ട്, ദെൻ പിന്നെന്താണ്? അതായത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസും ഉണ്ട്, ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസും ഉണ്ട്. ഓക്കെ, ഏതൊക്കെയായിരിക്കാം അപ്പോ? ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാ? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ. ഇതെല്ലാം എന്താണ്? ഏതൊക്കെയാണ്? ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള കൊഴുപ്പില് ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. പിന്നെ ഏതൊക്കെയാണ്? വൈറ്റമിൻ ബി ആൻഡ് സി എന്താണ്? ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. അപ്പൊ ഈ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസിന്റെ പ്രത്യേകത എന്താണ്? അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, വൈറ്റമിൻ ബി ആയിക്കോട്ടെ, വൈറ്റമിൻ സി ആയിക്കോട്ടെ, ഇത് രണ്ടും എങ്ങനെയാണ്? ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇത്തരം വൈറ്റമിൻസ് സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. ക്ലിയർ ആണോ? അപ്പൊ സ്റ്റോർ ചെയ്യാത്തത് കൊണ്ട് എന്താ പ്രോബ്ലംസ്? നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത്തരം വൈറ്റമിൻസ് അടങ്ങിയ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഓക്കെ, ഇന്ന് കഴിച്ച വൈറ്റമിൻ എന്ത് പറ്റുന്നുണ്ട്? അത് സ്റ്റോർ ചെയ്യുന്നില്ല. ഓക്കെ, അത് വാട്ടറിൽ ലയിച്ച് പുറത്തു പോകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് വൈറ്റമിൻ ബിയും. ഓക്കെ, വൈറ്റമിൻ സിയും ബിയും ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പൊ ഡെയിലി ലൈഫിൽ നമ്മൾ ഇത്തരം വൈറ്റമിൻസ് ഉൾപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വൈറ്റമിൻ എ, ഡി, ഇ, കെ ഓക്കെ, ഫാറ്റ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടിഷ്യൂസിലും ലിവറിലും കരളിലും സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഫാറ്റിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ വൈറ്റമിൻസ് എ നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കാഴ്ചക്ക് കാഴ്ചക്ക് വേണ്ടേ? കാഴ്ചക്ക് എന്താണ്? വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് ആ ഫുഡ് ഐറ്റംസ്? ഏതൊക്കെയായിരിക്കാം? കഴിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മുടി, എന്തോ? മുടിയുടെ വളർച്ചയ്ക്ക്. ഓക്കെ. കാഴ്ചയ്ക്കും ശരീരത്തിന് എന്താണ്? മുടിയുടെ വളർച്ചയ്ക്ക്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഉണ്ടോ? വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യം എന്താണ്? വൈറ്റമിൻ ഡി സ്കിന്നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി വേണം. എന്തോ? സ്കിന്നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി വേണം. ഓക്കെ, പിന്നെന്താണ്? പിന്നെ മുടി വളർച്ചയ്ക്കും ഹെയർ ഗ്രോത്തിന് വേണം. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തിയിരിക്കണം. ഓക്കെ, വൈറ്റമിൻ ഇ എന്തായിരിക്കാം? വൈറ്റമിൻ ഇ സെൽസിനെ ഓക്കെ, ക്ലിയർ ആയില്ല സ്മിത? വൈറ്റമിൻ എ മുടിക്ക് ഇമ്പോർട്ടൻസ് അല്ലേ?
അതേപോലെ തന്നെ സെൽസ് കോശങ്ങളുടെ ഗ്രോത്തിന് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വൈറ്റമിൻ ഇ അത്യന്താപേക്ഷിതമാണ്. ദെൻ വൈറ്റമിൻ കെ അതെല്ലാവർക്കും അറിയായിരിക്കും. വൈറ്റമിൻ കെ ഇഞ്ചുറി ഒക്കെ പറ്റുമ്പോ മെയിൻ ആയിട്ട് ഫ്ലോട്ടാവാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്, രക്തം കട്ട പിടിക്കാനായിട്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഓക്കെ ഹീലിംഗ് വുഡ്സ് ഓക്കെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, എഴുതിക്കോളൂ. ലിസ്റ്റ് ഡിഫറെന്റ് വൈറ്റമിൻസ്, ലിസ്റ്റ് ഡിഫറെന്റ് വൈറ്റമിൻ and their functions in the body, and their functions in the body. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ലിസ്റ്റ് ചെയ്യുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പലതരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ എ ചെയ്യുക, പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ലിസ്റ്റ് ചെയ്യുക, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, നമ്മുടെ ശരീരത്തിൽ അത് ചെയ്യുന്ന അതിന്റെ പ്രാധാന്യം എന്താണ്. ഇതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ്. ക്ലിയർ ആണോ? ലിസ്റ്റ് ഡിഫറെന്റ് വൈറ്റമിൻസ് and their functions in the body. മിസ് വൈറ്റമിൻ കെ എന്തിനാ ഉപയോഗിക്കണേ? കെ ആണോ? രക്തം കട്ട പിടിക്കാനായിട്ട്. വേറെയും ബെനിഫിറ്റ്സ് ഉണ്ട്, വേറെയും എന്താണ് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. അതൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ വൈറ്റമിൻസ് ക്ലിയർ ആണോ? യെസ് മാം. മിസ് ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയോ? ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, മതിയോ? ലിസ്റ്റ് ഡിഫറെന്റ് വൈറ്റമിൻ ആൻഡ് ദെയർ ഫങ്ഷൻസ് ഇൻ ദ ബോഡി. ദെൻ എന്താണ് ന്യൂട്രീഷൻ? എന്താണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാല്? എന്താ ന്യൂട്രീഷൻ? പോഷകാഹാരങ്ങൾ. പോഷകാഹാരങ്ങൾ നമ്മുടെ ശരീരത്തിന് എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് നമ്മൾ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? ശരീരത്തിന്റെ ഓരോ പ്രായത്തിനനുസരിച്ച് ശരീരത്തിന്റെ വളർച്ചയും മെന്റൽ ഗ്രോത്തും എല്ലാം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രീഷൻ ഫുഡ്. ഫിസിക്കൽ ഗ്രോത്തിനും മെന്റൽ ഗ്രോത്തിനും വേണ്ടേ ഓരോ പ്രായത്തിനനുസരിച്ച് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എന്താണ് പോഷകങ്ങൾ നമുക്ക് ലഭിക്കണം. അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഫുഡിലൂടെ മാത്രം ലഭിക്കുന്ന ചില പോഷകങ്ങൾ ഉണ്ട് അല്ലെ? അത്തരത്തിലുള്ള ഈ പോഷകാഹാരങ്ങൾ നമുക്ക് ഏതൊക്കെയായിരിക്കാം? നമ്മൾ കഴിക്കേണ്ട ഇത്തരം ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഏതൊക്കെ ആയിരിക്കാം? ഓക്കെ, ഫിഷ് കഴിക്കണം. ദെൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഓക്കെ, ഓക്കെ. അപ്പൊ എന്താണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് പോഷകാഹാരം? നമ്മുടെ ആരോഗ്യത്തിന്റെ എന്താണ് ശരീരം ഹെൽത്ത് നിലനിർത്തുന്നതിനും നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും പിന്നെന്താണ് നല്ല രീതിയിലുള്ള എല്ലാ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിലും എന്താണ് നമ്മൾ എന്ത് കഴിച്ചിരിക്കണം? ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സുകൾ, പോഷകാഹാരങ്ങൾ കഴിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് കഴിക്കണം? ഓക്കെ, അപ്പൊ ന്യൂട്രീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് കഴിക്കണം? ആ ഫുഡ് ഐറ്റംസ് നമ്മുടെ ബോഡിയെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പൊ ഈ ഫുഡ് ഐറ്റംസിന്റെ അഭാവം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? എന്തൊക്കെയാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. വൈറ്റമിൻസിന്റെ കുറവ് മൂലം പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട് ഇല്ലേ? ഏതൊക്കെയാണ്? 1-2 എക്സാമ്പിൾസ് പറയാമോ? നമ്മൾ പ്രോട്ടീൻ പഠിച്ചില്ലേ? ഫുഡിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള ഘടകങ്ങൾ പഠിച്ചു, ഫാക്ടേഴ്സ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? പ്രോട്ടീൻസ്, ഫാറ്റ്, മിനറൽസ്, വൈറ്റമിൻസ്. ഓക്കെ, ഇത് ഓരോന്നിന്റെയും അഭാവം ശരീരത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വൈറ്റമിൻ എയുടെ അഭാവം മൂലം ശരീരത്തിന് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണ്? ശരീരത്തിന് എങ്ങനെയാണ് വൈറ്റമിൻ എ? ഓക്കെ, പറയൂ എന്തൊക്കെയാണ്? കണ്ണിന്റെ അല്ലേ? ദെൻ പിന്നെന്തൊക്കെയാണ്? അപ്പൊ എല്ലാവരും ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് പറഞ്ഞോളൂ. എന്താണ് ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ്? അതിന്റെ അഭാവം മൂലം ഉണ്ടാകാനിടയുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ്?
ഓക്കെ, കല സ്റ്റാർട്ട് ചെയ്തോളൂ. ഏതൊക്കെയാണ്, എന്താണ് ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ? വൈറ്റമിൻ എയുടെ അഭാവമൂലം സിറോഫ്താൽമിയ. ഓക്കെ. ആ, പിന്നെ വൈറ്റമിൻ ബിയുടെ വൈറ്റമിൻ ശാന്തത, ബെർബറി എന്ന അസുഖം. ഓക്കെ. ആ, പിന്നെന്തായിരുന്നു? പിന്നെ വരുമ്പോഴത്തേക്കും കാരണമാവുന്നു. ക്ലിയർ ആകുന്നില്ല, ബ്രേക്ക് ആയി പോകുന്നുണ്ട് വോയിസ്. ദെൻ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാം? വോയിസ് ബ്രേക്ക്. വൈറ്റമിൻ ബിയുടെ മിസ്സേ, വൈറ്റമിൻ ബി വായ്പുണ്ണ് ഉണ്ടാ, വായിലിങ്ങനെ പൊട്ടുന്ന. ഓക്കെ. പിന്നെ ജീവകം അല്ലേ? അതെ, വൈറ്റമിൻ സിയുടെ സ്കർവി. സ്കർവി വരുന്നുണ്ട്. ഓക്കെ. പിന്നെ വൈറ്റമിൻ കെയുടെ ഹീമോഫീലിയ. ഹീമോഫീലിയ വരുന്നുണ്ട്. ദെൻ പിന്നെ വൈറ്റമിൻ ഡിയുടെ എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് റിക്കറ്റ്സ്. പിന്നെ വൈറ്റമിൻ ഇയുടെ വന്ധ്യത, ഹൃദയത്തിന്റെ ഓക്കെ. അത്രേ അറിയത്തുള്ളൂ. ഹൃദയത്തിന്റെ പ്രൊട്ടക്ഷന് വേണം. ഓക്കെ, പേരെന്തായിരുന്നു? അശ്വതി ബാബു. അശ്വതി PSCക്ക് പഠിക്കുന്നുണ്ട്. അശ്വതി ഉണ്ട്. ഓക്കെ. ദെൻ വേറെന്തൊക്കെയാ? വേറെ ആർക്കെങ്കിലും അറിയാവുന്നൊരു ഷെയർ ചെയ്യൂ പ്ലീസ്. വൈറ്റമിൻ B1 ബെർബറി അസുഖം ഉണ്ടാക്കുന്നു. ബെറുബെറിക്ക് കാരണമാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള അസൈൻമെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അസൈൻമെന്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം ഇതുമായിട്ട് ബന്ധപ്പെട്ട അസൈൻമെന്റ്. ഓക്കെ, ടോപ്പിക് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ക്ലിയർ ആണോ? ഏതൊക്കെയാണ് വൈറ്റമിൻസ്, അതിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അസൈൻമെന്റ് ചാർട്ട് ഉണ്ടാക്കാൻ ഒരു അസൈൻമെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. അത് മിസ്സായി പോയോ? അത് കാണുന്നില്ല. മാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ അതിന്റെ മേലെ കാണുന്നില്ല. മാം കാണുമോ അത്? ഞാൻ നോക്കാട്ടോ എന്നിട്ട് പറയാം. മാം അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ക്വസ്റ്റ്യൻ കാണുന്നില്ല സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ താഴെ ആഡ് വർക്ക് എന്ന് പറഞ്ഞത് താഴെ കാണുന്നുണ്ട്, സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്വസ്റ്റ്യൻ കാണുന്നില്ല എന്നേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി സെൻഡ് ചെയ്തേക്കാം കേട്ടോ. ഏതൊക്കെ ക്ലാസ് ഒക്കെ മിസ്സായി പോയി, ഏതൊക്കെ PDF മിസ്സായി പോയത്? മാം ഞാൻ ഓൾറെഡി ഇപ്പൊ ആ ക്വസ്റ്റ്യന്റെ താഴെ ആഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാം രണ്ടാമത് ഇടുമ്പോഴത്തേക്കും അതിൽ രണ്ടാമത് ചെയ്യേണ്ടി വരുമോ? ക്വസ്റ്റ്യൻ കാണുന്നില്ല ഇപ്പൊ തന്നിരിക്കുന്ന അസൈൻമെന്റ്. എന്തോ ക്ലിയർ ആയില്ലടാ, ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്തോ? ചെയ്തിട്ടുണ്ട്. അതായത് മാം തന്ന ക്വസ്റ്റ്യൻ കാണുന്നില്ല, പക്ഷെ അതിന്റെ താഴെ ആഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ. ഞാൻ അസൈൻമെന്റ് ടോപ്പിക് ഒന്നും കൂടി ഇട്ടേക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈ ഫ്രൈഡേ ആണ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതിന് മുൻപായിട്ട് എല്ലാവരും സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ ക്ലാസ്സിലെ ഒരു ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്യാനായിട്ട്. ഹലോ മാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇടാന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. രണ്ടാമത് ഇടുമ്പോ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും? ആ ക്വസ്റ്റ്യന്റെ താഴെ ആഡ് വർക്ക് ആയിട്ട് ചെയ്യേണ്ടി വരുമോന്നാണ് ഞാൻ ചോദിച്ചത്. ഓൾറെഡി ഇപ്പൊ വേണ്ട. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒരു ടോപ്പിക്കൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഏതായിരുന്നു ആക്ടിവിറ്റി? ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്തി ഈറ്റിംഗ്. ഓക്കെ, ഹെൽത്തി ഈറ്റിംഗ്. ഓക്കെ, അനു കണ്ടിന്യൂ ചെയ്തോളൂ. അനു എന്തൊക്കെ എഴുതിയത്? നമ്മുടെ ഹെൽത്തി ഈറ്റിംഗ്സിന്റെ പ്രാധാന്യം എന്താണ്? ഹെൽത്തി ഈറ്റിംഗ് നമുക്ക് ഡയബറ്റീസ്, ക്യാൻസർ അങ്ങനെയുള്ള ക്രോണിക് ഡിസീസസിനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ക്രോണിക് ഡിസീസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ നെസസറി ന്യൂട്രിയൻസ് നമ്മുടെ ന്യൂ സെൽസിനെ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ന്യൂ സെൽസിന്. പിന്നെ നമ്മുടെ ടോക്സിൻസിനെ ഒക്കെ എന്താ പറയാ ക്ലിയർ ചെയ്ത് നമ്മുടെ എന്താ പറയാ ഇതിന്റെ ഒക്കെ ഫങ്ഷൻസ് സിമ്പിൾ ആക്കും. എന്താണ് ഒന്നുകൂടി പറയും, പോയിന്റ് ക്ലിയർ ആയില്ല.
നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഫങ്ഷൻസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ പിന്നെ നമ്മൾ മോർ എന്താ പറയാ മോർ എനർജി ആവും, മോർ അലേർട്ട് ആവും. ഓക്കെ ഓക്കെ അനു ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ, അനു മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ജോൺസി പ്രോട്ടീന്, ഇമ്മ്യൂണിറ്റി, ഓക്കെ ന്യൂട്രിയൻ, ആവശ്യമായ എന്താണ് പോഷകാഹാരങ്ങൾ അല്ലെ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഹെൽത്തി ഈറ്റിംഗിലൂടെയാണ്. പിന്നെന്തായിരുന്നു? ഡയബറ്റീസ്, പ്രതിരോധ ശക്തി. ഓക്കെ നൽകുന്നത് എന്താണ്? ഹെൽത്തി ഈറ്റിംഗ്സ് ആണ്. അമിതമായിട്ടുള്ള ആഹാരം എങ്ങനെയാണ്? പൊണ്ണത്തടിയൊക്കെ കുറക്കാൻ സഹായിക്കും. അമിതമായിട്ടുള്ള ആഹാരം ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ ഹെൽത്തി ഈറ്റിംഗ്സ് എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം? ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ, ശരിയായ അളവിലുള്ള ശരിയായ ക്വാണ്ടിറ്റിയിലുള്ള ഓരോ ഇന്റർവെൽസിലും പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൽസിലായിരിക്കണം ഫുഡുകൾ കഴിക്കേണ്ടത്. എങ്ങനെയുള്ള ഫുഡ് ആയിരിക്കണം കഴിക്കേണ്ടത്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ്? ക്വാണ്ടിറ്റി എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ഒരാൾക്ക് കഴിക്കേണ്ട ആവശ്യമായ ക്വാണ്ടിറ്റിയിലായിരിക്കണം ആ ഫുഡ് കഴിക്കേണ്ടത്. ഓരോ റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിൽ മാത്രമായിരിക്കണം ഫുഡ് കഴിക്കേണ്ടത്. ഓവർ ഈറ്റിംഗ് ഒബിസിറ്റിക്ക് കാരണമാകാറുണ്ട് അല്ലേ? ഓക്കെ പിന്നെ ആരായിരുന്നു? അഫ്ന. രോഗങ്ങളെ തടയാൻ ഡെവലപ്മെന്റിന് രോഗങ്ങളെ തടയാനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ എന്തോ ഇമ്മ്യൂണിറ്റി ബ്രെയിൻ ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യാൻ. വെരി ഗുഡ്. ബ്രെയിൻ ഡെവലപ്മെന്റിന് നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഇത്തരത്തിലുള്ള ഹെൽത്തി ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. പറയാത്ത ടോപ്പിക് എന്തെങ്കിലും ഷെയർ ചെയ്യൂ. ഓക്കെ കീർത്തന ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഹാർട്ട് ഹെൽത്ത് പിന്നെ വെയിറ്റ് ലോസിനെ സഹായിക്കും. വെയിറ്റ് ലോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിന്റെയും പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എന്താണ് ഹെൽത്തി ഈറ്റിംഗ് ഫോളോ ചെയ്യണം. സ്ട്രോങ് ബോൺസിന് വേണ്ടി. പിന്നെന്താണ്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഡൈജഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ പറയാത്ത ടോപ്പിക് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? അവര് ഷെയർ ചെയ്യൂ. പ്രോപ്പർ സ്ലീപ്പിംഗ്. പ്രോപ്പർ സ്ലീപ്പിന് വേണ്ടി. ബെറ്റർ മൂഡ് ആൻഡ് എനർജി ലെവൽ. സപ്പോർട്ട് മസിൽസ് മസിൽസിന്, അതേപോലെ തന്നെ ടീത്തിന് അല്ലെ. ടീത്തിന് ഏതാണ് ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കേണ്ടത്? പല്ലിനു വേണ്ടി കാൽസ്യം അടങ്ങിയ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. മേ ഹെൽപ്പ് യു ലീവ് ലോങ്ങർ. to avoid disease, brain developing വേണം. പിന്നെന്താണ്? ഹെൽത്ത്. ഹോർമോണുകളുടെ വളർച്ചയ്ക്ക് എന്താണ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ, എൻസൈമുകളുടെ പ്രൊഡക്ഷൻ, ഇതിനെല്ലാം എന്താണ് അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ശരീരത്തിൽ എത്തിയിരിക്കണം. വേണ്ടേ? അതെങ്ങനെയാണ് ശരീരത്തിൽ എത്തുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് അല്ലെ. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യണം. പിന്നെ എങ്ങനെയാണ്? പ്രോപ്പർ ശരിയായ അളവിൽ ക്വാണ്ടിറ്റിയിലായിരിക്കണം ഫുഡ് കഴിക്കേണ്ടത്. റെഗുലർ ഇന്റർവെൽസിലായിരിക്കണം ഫുഡ് കഴിക്കേണ്ടത്. പിന്നെന്തൊക്കെയാണ്? എത്രയുള്ളോ? സ്ട്രെങ്തൻ, ഇംപ്രൂവ്, മെമ്മറിക്ക് വേണ്ടി, ബ്രെയിൻ ഹെൽത്തിന് വേണ്ടി. മെന്റൽ ഹെൽത്തിന് കുറച്ചൊക്കെ മെന്റൽ ഹെൽത്തിനും ബാധിക്കൂലേ? എന്തോ മെന്റൽ ഹെൽത്ത് ആണ് ഉദ്ദേശിച്ചത്? മെന്റൽ ഹെൽത്ത് പൂർണ്ണമായിട്ടില്ല, എന്നാലും ഫുഡ് കുറച്ച് മോശമല്ലേ? മെന്റൽ ഹെൽത്ത് എന്നാണ്. ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ അവിടെ മെന്റൽ ഹെൽത്ത് ഉണ്ടാവുന്നുള്ളൂ അല്ലേ? ഫിസിക്കൽ ഹെൽത്ത് ഫുഡ് കഴിക്കുന്നത്. അപ്പോ
ലോവറിങ് യുവർ ഡിസീസ്. ഓക്കെ. ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട്. അപ്പൊ ഇന്നത്തെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ആക്ടിവിറ്റി ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ. ദെൻ ആക്ഷൻ സോങ് ആരൊക്കെയാ? ആക്ഷൻ സോങ് ചെയ്യാത്തവര് പറയൂ. സ്നിത ചെയ്തായിരുന്നോ? സ്നിത ചെയ്തിരുന്നു മാം. ഓക്കെ. ദെൻ ലിമി റെഡിയാണോ ലിമി? ഓക്കെ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. കേൾക്കുന്നുണ്ട്. Open, close, everybody clap, clap, clap. Open, close, touch your eyes. Open, close, everybody clap, clap, clap. Open, close, every touch your eyes. Open, close, everybody clap, clap, clap. ഓക്കെ ലിമി, നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ബ്രേക്ക് ആയി പോകുന്നുണ്ടായിരുന്നു വോയിസ്. ഓക്കെ, കുഴപ്പമില്ല. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ? Then who is next? മാം ഞാൻ ചെയ്യാം. ദൃശ്യ. ഓക്കെ ദൃശ്യ. മാം കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടടാ. My shoe, make my shoe, get it down by half past two, get it down by half past two, stitch it up and stitch it down, stitch it down, then I give you half a crown. ഓക്കെ ദൃശ്യ. Then വേറെ ആരാ? ഞാൻ ചെയ്യാം മാം. ജീന. ഓക്കെ ജീന. Ten little fingers, 10 little toes. 10 little fingers, 10 little toes. 2 little ears, 1 little nose. 2 little ears and 1 little nose. 2 little eyes that shine so bright. 2 little eyes that shine so bright. 1 little mouth to kiss mother. 1 little mouth to kiss mother. Thank you, Miss. ഓക്കെ ജീന, വെരി ഗുഡ്. Then ഞാൻ ചെയ്യട്ടെ. പേരെന്താ? ഹൈറുന്നിസ. ഹൈറുന്നിസ. ഓക്കെ, ചെയ്തോളൂ. വീഡിയോ ഓൺ ആക്കിക്കോളൂ. Today we are going to learn an action song. The wheels on the bus. The wheels on the bus go round and round, round and round, round and round. The wheels on the bus go round and round, all through the town. The doors on the bus go open and shut, open and shut, open and shut. The doors on the bus go open and shut, all through the town. The wipers on the bus go swish, 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 swish. The wipers on the bus go swish, 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 all through the town. The signals on the bus go bling, 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 bling. The signals on the bus go bling, 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 all through the town. The horns on the bus go beep, 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 beep. The horn on the bus go beep, beep, beep,
All through the town. The wheels Okay. on the bus go round and round, round and round, round and round. The wheels on the bus go round and round, all through the town. ഹെയർനിസ സൂപ്പർ ആയിട്ട് ചെയ്ത് കേട്ടോ. ത്രൂ ഔട്ട് എന്താണ് ആ സ്മൈല് മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ. അശ്വതി ബാബു. ചെയ്തതായിരുന്നോടാ? ഓക്കെ. മ്യൂട്ട് ചെയ്തോളൂ അശ്വതി. ഓക്കെ. ഷെൽബ ഞാൻ ചെയ്താ മാഡം. ചെയ്തതാണ്. ഓക്കെ. Then who's next? ആക്ഷൻ സോങ് ചെയ്യാത്തവർ ചെയ്യൂ. ആക്ഷൻ സോങ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. കൃഷ്ണേന്ദു എന്നായിരുന്നോ പേര്? കൃഷ്ണേന്ദു. ഓക്കെ. കൃഷ്ണേന്ദു ചെയ്തോളൂ. അപ്പോ കൃഷ്ണേന്ദു ഒരു പ്രാവശ്യം ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. റെഡിയാണോ ചെയ്യാനായിട്ട്? എന്തോ 2 പ്രാവശ്യം ചെയ്തായിരുന്നല്ലോ. ചെയ്തതാ എനിക്ക് ഓർമ്മയുണ്ട്. Clap your hands, clap your hands, listen to the song. Clap your hands, clap your hands, clap your hands, listen to the song. Clap your hands. Tap your feet. Clap your feet, listen to the song. Clap your hands, clap your hands, clap your hands. Listen to the song. Clap your hands. Thank you, teacher. ഓക്കെ. ഇത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ബാക്കി ചെയ്യാത്തവര് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യണം കേട്ടോ. ആക്ഷൻ സോങ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാത്തവര് ഇനി ആരൊക്കെ ചെയ്യാനുള്ളത്? ഞാൻ ചെയ്യാണ്ട് മാം, പക്ഷേ കയ്യിലിരിക്കാൻ ചെയ്യാൻ പറ്റാത്തെന്ന്. നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. അഞ്ജന. ഓക്കെ. അഞ്ജന നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യണം. ദെൻ പേര് പേരെന്താ? എന്താ പേര്? അനശ്വര. ഓക്കെ. നെക്സ്റ്റ് ചെയ്യാം മിസ്സേ. സുഖമില്ല, പനിയാണ്. മാം ഞാനും ഉണ്ട്. ഹാസിറ. നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. പനിയാ. ഓക്കെ. പേരെന്താണ്? ഹാസിറ. ഹാസിറ. ഷിഹാന ആണോ പേര്? ഷിഹാന. അതെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യേണ്ടത് അഞ്ജന, സജിന, അനശ്വര, ഹാസിറ, വർഷ, പിന്നെന്തായിരുന്നു? ഷിഹാന. ഓക്കെ. ഇത്രയും പേരാണ്. ഹാസിറ. എന്തോ? എനിക്ക് നാളെ പറ്റൂല, ബുധനാഴ്ച ചെയ്താ മതിയാ? നമ്മുടെ ക്ലാസ്സിൽ എന്നോളം നെക്സ്റ്റ് ക്ലാസ് എന്നാ? അപ്പൊ ചെയ്താ മതി. ഓക്കെ. അത് ക്ലിയർ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു? ഓക്കെ. വർഷ മ്യൂട്ട് ചെയ്തോളൂ. വർഷ പ്ലീസ് മ്യൂട്ട് ചെയ്തോളൂ. വർഷ കേൾക്കുന്നില്ലേ? മ്യൂട്ട് ചെയ്യൂ പ്ലീസ്.
ഓക്കെ ഓക്കെ. ആ അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ? ഫാറ്റ്. എന്താണ് ഫാറ്റ്? എന്തായിരുന്നു? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്. സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാ? സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യുന്ന ബ്ലഡില്, അതേമാതിരി റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ഫോമിലാണ് കാണുക. ഓക്കെ, വെരി ഗുഡ്. ദെൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ് എന്നാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടാകുന്നത്. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഫാറ്റ് അടങ്ങിയ ഏതൊക്കെയാണ് ഫുഡ് ഐറ്റംസ്? ഏതെങ്കിലും 2 ഫുഡ് ഐറ്റംസ് എക്സാമ്പിൾസ് പറയൂ. ബട്ടർ, ഗീ, എഗ്, ഗ്രൗണ്ട്നട്ട്, മിൽക്ക്, ഫിഷ്. ഓക്കെ. ദെൻ ലിൻഡ, എന്തായിരുന്നു കാർബോഹൈഡ്രേറ്റ്സ്? കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതെങ്കിലും എനി 2 എക്സാമ്പിൾസ്. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? നമ്മുടെ ശരീരത്തിൽ എന്തിനു വേണ്ടിയാണ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡ് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ലിൻഡ. ദെൻ ജോൺസി. ലിൻഡ ഉണ്ടോ? ഓക്കെ ഓക്കെ, ലിൻഡ പറയൂ. മിസ് ഞാൻ പറയട്ടെ? ഓക്കെ ജോൺസി. ശരീരത്തിൽ ആവശ്യമായ ആക്ടിവിറ്റീസ് വർക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ്. അതിലെ കിഴങ്ങ്, ഷുഗർ, ഫ്രൂട്ട്സ്. അതേപോലെ തന്നെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റങ്ങളാലാണ് കാർബോഹൈഡ്രേറ്റ്സ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. ദെൻ മെറ്റബോളിസം കൺട്രോൾ ചെയ്യാനായിട്ട് ഷുഗറിൽ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പിന്നെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഹങ്കറിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എല്ലാം ഈ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡ് കഴിക്കേണ്ടത് ഇമ്പോർട്ടന്റ്. ഓക്കെ. ദെൻ മിനറൽസ് ആൻഡ് സോൾട്ട്. എന്താണ് മിനറൽസ് ആൻഡ് സോൾട്ട്? അതിന്റെ പ്രാധാന്യം എന്താണ്? ഏതൊക്കെയാണ് മിനറൽസ് ആൻഡ് സോൾട്ട് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്? ലിമ്മി. ഓക്കെ, ലിമ്മി. എന്തായിരുന്നു? നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ടിഷ്യൂസിന് എന്താണ് മിനറൽസ് അടങ്ങിയ ഫുഡ് കഴിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ദെൻ പിന്നെന്തായിരുന്നു? ഫിഷ്, എഗ്, മീറ്റ്. കേൾക്കുന്നുണ്ട്. ബട്ടർ, മിൽക്ക്, ചീസ്, ഫിഷ്, എഗ്, മീറ്റ്, ലിവർ, പൈനാപ്പിൾ, ഗ്രൗണ്ട്നട്ട് എല്ലാം മിനറൽസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഏതൊക്കെയാണ് മിനറൽസ്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് ഏതൊക്കെയാണ്? ലിമ്മി. ബട്ടർ, നെയ്യ്, എഗ്, മീറ്റ്, ലിവർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസ് ഏതൊക്കെയാണ്? ഇതൊക്കെ മിനറൽസ് അടങ്ങിയ ഫുഡ് ഐറ്റംസ്. ഓക്കെ, മിനറൽസ് ഏതൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ, ഫോസ്ഫറസ്. ഓക്കെ, കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ. ഓക്കെ. ഇതിനെന്തായിരുന്നു വൈറ്റമിൻ? ഏതൊക്കെയാണ്? വൈറ്റമിൻ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെൽബീയിങ്ങിനും എന്താണ് നമ്മൾ വൈറ്റമിൻസ് കഴിച്ചിരിക്കണം അല്ലെ? വളരെ കുറഞ്ഞ അളവിൽ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് വൈറ്റമിൻസ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഡിഫറെന്റ് 2 ടൈപ്സ് ഓഫ് വൈറ്റമിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? വാട്ടർ സോലുബിൾ ആൻഡ് ഫാറ്റ് സോലുബിൾ. വാട്ടർ സോലുബിൾ ആൻഡ് ഫാറ്റ് സോലുബിൾ. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്? വൈറ്റമിൻ ബി ആൻഡ് സി. ഓക്കെ, വൈറ്റമിൻ ബി ആൻഡ് സി. ഇത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ വൈറ്റമിൻ ബി ആൻഡ് സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഡെയിലി ലൈഫിൽ കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫാറ്റിൽ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. വൈറ്റമിൻ എ, ഡി, കെ എല്ലാം ഫാറ്റിൽ മാത്രമാണ് ലയിക്കുന്നത്. അതേപോലെ തന്നെ ശരീരത്തിലെ കോശങ്ങളിലെ ഡിഫറെന്റ് ടിഷ്യൂസിൽ ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ കരളിലും ഇത്തരം ഫാറ്റിലെ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ?
ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ന്യൂട്രീഷൻ എന്താണ്, പിന്നെ മാൽ ന്യൂട്രീഷൻസിന്റെ അഭാവം മൂലം എന്താണ്, പോഷകാഹാര കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ഒരു കണ്ടീഷനെയാണ് മാൽ ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള അവസ്ഥകൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എയുടെ അഭാവം മൂലം പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നുണ്ട്, വൈറ്റമിൻ ഡി, അങ്ങനെ ഓരോ വൈറ്റമിന്റെയും പകുതി കേട്ടില്ല, നെറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ ലിമി, അപ്പൊ റെക്കോർഡ് ക്ലാസ്സസ് കാണാം. ഓക്കെ, അപ്പൊ എന്താണ്, ഇത്തരത്തിലുള്ള വൈറ്റമിൻസിന്റെ അഭാവം മൂലം ശരീരത്തിൽ പല അസുഖങ്ങളും ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം എന്താണ് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരണം. ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്, അതോടുകൂടി ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ക്ലിയർ ആണോ? മിസ് ഇതൊന്ന് PDF ഒന്നുകൂടെ ഇടാവോ? ഇട്ടേക്കാം പറയാം കേട്ടോ. ഓക്കെ, ഏതിന്റെയൊക്കെയാ PDF? എല്ലാത്തിന്റെയും പോയോ? എല്ലാത്തിന്റെയും പോയിട്ടില്ല. ഈ ചാപ്റ്ററിന്റെ എനിക്ക് മാത്രമാണോ എല്ലാവർക്കും കിട്ടിയിട്ടില്ലെന്ന് അറിയത്തില്ല. എനിക്ക് ഈ ചാപ്റ്റർ വന്നിട്ടേ ഇല്ല ഫോണില്. അല്ല മിസ്, എല്ലാം പോയിട്ടുണ്ട്. ഒറ്റ PDF കാണുന്നില്ല. മിസ് എല്ലാം പോയിട്ടുണ്ട്, ഒറ്റൊന്നും കാണുന്നില്ല മിസ്. ഞാൻ സെൻഡ് ചെയ്യാൻ പറയാം കേട്ടോ. എല്ലാം വേണം മിസ്. ഓക്കെ, പറയാം. അസൈൻമെന്റിന്റെ അപ്പൊ എല്ലാ ടോപ്പിക് അല്ലെ, ആക്ടിവിറ്റീസ് ഇടണം, പിന്നെ എന്താണ് PDF അയക്കണം. ഇത് മൂന്നല്ലേ ഉള്ളൂ മിസ്. അസൈൻമെന്റും ചെയ്യണം. ആ ചാർട്ട് ചെയ്യേണ്ടത് PDF വരുന്നില്ല, അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അത് അയച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അശ്വതി മിസ് ഒരു അസൈൻമെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആളുടെ അസൈൻമെന്റ് വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അതും പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു മാം. മിസ്സേ, കാര്യം ചോദിക്കാനുണ്ട്. മിസ്സിനോടെ നമ്മുടെ ഈ മോണ്ടിസോറി പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ട്രെയിനിങ്ങിനൊക്കെ പോകുമല്ലോ. അപ്പൊ ട്രെയിനിങ്ങിന് പോകുമ്പോ ബികോം ഡിഗ്രി ബേസിലുള്ളവർക്ക് 7ാം ക്ലാസ് വരെ പഠിപ്പിക്കാന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും പഠിപ്പിക്കേണ്ടി വരും, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മിസ്സിനോട് ചോദിക്കാൻ പറഞ്ഞത്. ഓക്കെ നീന, അത് ഞാൻ പറഞ്ഞതിൽ എന്റെ ഒരു ഫ്രണ്ട് 7th സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും കയറി 7th സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കാൻ അത് ഡിപ്പെൻസ് ആണ്. സ്കൂളിൽ നമുക്ക് ഏത് ക്ലാസ്സിലാണ് കിട്ടുന്നത് അത് സ്കൂളിലെ തരുന്നത്, സ്കൂൾ അതോറിറ്റീസ് ആണ് അതിലൊക്കെ തീരുമാനം എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് മെയിൻലി 4th സ്റ്റാൻഡേർഡ് വരെയാണ് പഠിപ്പിക്കുന്നത് സാധാരണ. ഓക്കെ, നമ്മളൊരു ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എന്താണ് LKG, UKG, 1st സ്റ്റാൻഡേർഡ്, 2nd സ്റ്റാൻഡേർഡ്, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ഓരോ ക്ലാസ്സിലേക്കും എന്താണ് ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ലല്ലോ. നമ്മളാണോ തീരുമാനം എടുക്കേണ്ടത്? അപ്പൊ നിങ്ങൾ ഏതിലാണോ കൺവീനിയന്റ്, നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ എന്താണ് നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഫ്ലുവന്റ്, ആ സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലേ? നിങ്ങൾ ഇംഗ്ലീഷ് ആണ് പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഹിന്ദി പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. സബ്ജക്ട് നമ്മളല്ല തീരുമാനിക്കുന്നത്, മാനേജ്മെന്റ് അല്ലല്ലോ, നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ട സബ്ജക്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും അല്ലെ? മിക്ക സ്കൂളുകളിൽ അങ്ങനെയാണ്. ചില സ്കൂളുകളിൽ, ചില CBSE സ്കൂളിൽ അവർ പറയുന്ന ടോപ്പിക്സ് നമ്മൾ എടുക്കേണ്ടി വരാറുണ്ട്. ചില സബ്ജക്റ്റുകൾ ഇപ്പോ EVS എടുക്കുന്ന ടീച്ചർ എന്താണ് ചില ക്ലാസ്സുകളിൽ ഹിന്ദി എടുക്കേണ്ടി വരാറുണ്ട്. ഓക്കെ, അത് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ നീന? ആണ് അല്ലെ, നമുക്കിപ്പോ നമ്മളൊരു 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഒരു 4 വരെയുള്ള ക്ലാസ്സുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ലേ? നമുക്ക് അതിനുള്ള നോളജ് ഇല്ലേ? ഹിന്ദി പഠിപ്പിക്കാനുള്ള നോളജ് ഉണ്ട് നമുക്കല്ലേ? ഇംഗ്ലീഷ് പഠിപ്പിക്കാം, മാത്സ് പഠിപ്പിക്കാം അല്ലേ? നമ്മൾ ഇതൊക്കെ പഠിച്ചു വന്നവരല്ലേ? അപ്പൊ അതിനെ കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട കേട്ടോ. ഓക്കെ നീന, ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. എവിടെ